ഇനി അങ്ങനെ വേണമെങ്കിൽ ശൈല ടീച്ചർ മട്ടൻ്റെ മത്സരിക്കുന്നില്ല, എന്നാൽ ശൈല ടീച്ചർക്ക് തലപ്പിൽ മത്സരിച്ചൂടെ? എന്തിനാ ശൈല ടീച്ചർ ആ പേരാവരെ കൊണ്ടുപോയി? അതിന് ഉത്തരം പറയേണ്ടവർ ഒതുക്കനോ ഇനി ശരിപ്പെടുത്തലോ ഒന്നും ഞാൻ പറയുന്നില്ല. എന്തിനു കൊണ്ടുപോയി? ശൈല ടീച്ചർ 2, 3, 4, 5 തവണ മത്സരിച്ച ആളാണ്. അങ്ങനെ മത്സരിച്ച ടീച്ചർ വീണ്ടും മത്സരിക്കുന്നു. എന്തിനാ മത്സരിക്കുന്നത്? അങ്ങനെ മത്സരിക്കുന്ന മട്ടത്തിൽ തന്നെ മത്സരിച്ചാൽ പോരെ? പിന്നെ ഇതിൻ്റെ പേര് അവർ പിടിച്ചെടുക്കാനാണെന്നോ? പിടിച്ചെടുക്കൽ എങ്ങനെയാ? ഈ 75 വയസ്സായ ശൈല ടീച്ചർ കൊണ്ടുപോയിട്ട് ഇത് പിടിച്ചെടുക്കുക? എനിക്കും ടീച്ചർക്ക് 10-72 വയസ്സായിട്ടുണ്ടാവും. ഞങ്ങൾ തമ്മിൽ ഒരു ജില്ലാ കമ്മിറ്റിയിൽ KSYP ഉണ്ടായിരുന്നവരാണ്, ഭാസ്കർ മാഷ് ഞാനല്ല. അപ്പോൾ അല്ല, എന്തിന് ശൈല ടീച്ചറെ പേര് അവരെ കൊണ്ടുപോയി? അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം. എന്താ കാരണം അറിയാം? ടീച്ചറൊക്കെ അങ്ങനെ ടീച്ചർ ഈ ഗവൺമെൻറ്റിൽ വേണം, അല്ലെങ്കിൽ ഈ ടീച്ചർ MLA നിയമസഭയിൽ വേണം എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ടീച്ചറെ മട്ടത്തിൽ തന്നെ നിലനിർത്താം. ഇനി അതല്ല, തളിപ്പിൽ വേണമെങ്കിൽ വിജൻ യൂത്തിൻ്റെ ഒക്കെ നമ്മളെ യൂത്തിൻ്റെ നേതാവാണ്, അവനെ വേണമെങ്കിൽ തളിപ്പിൽ കൊണ്ടു നിർത്താം. ഇതൊക്കെ ചെയ്യാലോ. പക്ഷേ ടീച്ചർ അവിടെ നാട് കടത്തുകയും എൻ്റെ ഭാര്യ എന്നെ ഇവിടെ നിൽക്കണമെന്ന് പറയുകയും ചെയ്യുന്ന നീതി എന്താണെന്ന് എൻ്റെ ചോദ്യം. അതിനാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. സ്വാഭാവികമായും ഇപ്പോൾ ഇതിൽ തന്നെ അഭിസംബോധന വിജയേട്ടനാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും ഇതിനൊക്കെ മൗനാനുവാദം നടക്കുക. പാർട്ടി സെക്രട്ടറിയുടെ ഇത്തരം ചെയ്തികളൊക്കെ അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇതിനൊക്കെ മൗനാനുവാദം നൽകുകയാണോ? അതായത് അതിൽ പിണറായി കരുത്തനായ നേതാവാണ്. പിണറായിൻ്റെ കരുത്ത് തന്നെയാണ് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു സംശയം ആർക്കില്ല, എനിക്കും ആ കാര്യം സംശയമില്ല. പക്ഷേ ആ പിണറായി, കരുത്തനായ പിണറായി, എനിക്ക് പിണറായി ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ ഞാൻ ഏരിയ സെക്രട്ടറിയാണേ, അത്രയും ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടല്ലോ. അങ്ങനെയുള്ള കരുത്തനായ സംഘടനാ തത്വങ്ങൾ കൃത്യം പാലിക്കുന്ന, അതിൻ്റെ ചിട്ടതകൾ പാലിക്കുന്ന സഖാവ് പിണറായി എങ്ങനെയാണ് ഇതിന് കൂട്ടുക എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ പോകാനിടയായിട്ടുള്ളൊരു കാരണവും. കാരണം എന്താ, പിണറായിയെ പോലെ കരുത്തനായ ഒരു നേതാവ് ഈ നീതികേടിന് എങ്ങനെ കൂട്ടുന്നു, എന്തിന് കൂട്ടുന്നു എന്ന ചോദ്യത്തിന് ഇപ്പോഴും എനിക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇത്തരം ചർച്ചകളൊക്കെ നടക്കും. ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലെ മറ്റ് നേതാക്കളുടെ നിലപാടുണ്ടാണ്, മാഷെടുക്കുന്ന പോലെ നിലപാടെടുക്കുന്ന ആളുകൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റിലെ പല സഖാക്കളും ഇതിനോട് നിലപാട് സ്വീകരിച്ചവരാണ്, ഏത് നിലപാട് സ്വീകരിച്ചവരാണ് എല്ലാവരും. 2-3 ആൾ മാത്രം 2-3 ആൾ മാത്രമാണ് ഇതിനെ അനുകൂലിച്ചില്ല, മറ്റെല്ലാവരും എതിർക്കുക. പക്ഷെ അവരാരും എന്നെപ്പോലത്തെ നിലപാടിലേക്ക് വന്നിട്ടില്ല, വരണമെന്ന് ഞാൻ പറയുകയും ചെയ്യില്ല. ഞാൻ ഇതിന് എതിർക്കുന്ന എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഞാൻ ഇത്രയും ഫൈറ്റ് പലരും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരിക്കലും മാഷ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, മാഷേ നിങ്ങൾ പ്രസംഗം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ഈ ക്ലാസ് ജനങ്ങളോട് എടുക്കരുത്, നിങ്ങളത് ക്ലാസ് പാർട്ടിയിലെടുത്തോ. ജനങ്ങളുടെ പ്രസംഗത്തിന് എന്തുകൊണ്ട് നിങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങളുണ്ട്, ജനങ്ങൾ കൺഫ്യൂഷനാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജനങ്ങൾക്കുള്ള കൺഫ്യൂഷൻ തീർക്കലാണ് നമ്മളെ പ്രസംഗം. അതാ അനുഭവിക്കേണ്ടത്. അല്ല കുട്ടികളെല്ലാം എന്നെ ഇത് പഠിപ്പിക്കണം, താത്വികമായി പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ താത്വികമായി പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു താത്വികമായി പഠിപ്പിക്കൽ പാർട്ടിയിൽ പഠിപ്പിക്കുക, ജനങ്ങളെ താത്വിക, ജനങ്ങൾക്കുള്ള സംശയം തീർത്ത് വരും. ഞാൻ മാഷമായി തർക്കായി, അല്ല ഞാൻ പറഞ്ഞ ഞാൻ നിൽക്കുന്നു, നിങ്ങളെ കേൾക്കുന്നു. അങ്ങനെയുള്ള ചില തർക്കങ്ങളുണ്ടായിട്ടുണ്ട്, ഞാൻ എതിർക്കലുണ്ട്. എനിക്ക് വേണ്ടി വന്നാൽ ഞാൻ മത്സരിക്കും. ഇപ്പോൾ തീരുമാനം മത്സരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചത്. ഇപ്പം നമ്മൾ ഒരാളുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല. പക്ഷെ ഞാൻ മത്സരിക്കും. എന്നോട് ചില സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, പാർട്ടി സഖാക്കൾ ചോദിച്ചിട്ടുണ്ട്, പാർട്ടിക്ക് വെളിയിലുള്ള ആൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ഇതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ വിയോജിപ്പിൽ ഞാനിനി മൂലക്ക് കൂടിയ ഞാൻ പിന്നെ എന്താ എല്ലാവരും പറയുന്നത് നിങ്ങൾ അതിൽ പോയിട്ട് കൊണ്ടാണ് മൂലക്കിരുന്നാൽ പോരെ. ഇല്ല, അതുകൊണ്ട് കാര്യമില്ല. അതിന് ഞാൻ ശക്തിയായി പ്രതിഷേധിക്കും. പ്രതിഷേധം ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, ഏതറ്റം വരെ. അത് മത്സരിക്കേണ്ടി വന്നാൽ മത്സരിക്കും. അല്ല, അതിലൊരു കാര്യമുള്ളത്, ഞാൻ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ UDF എന്നെ പിന്തുണക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ UDFന്റെ പിന്തുണയും ഞാൻ സ്വീകരിക്കും.